അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കണ്ടു നിർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ റിസോർട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ചെക്കിൻ സമയത്ത് വന്നിട്ട് ചെക്കിൻ സമയത്ത് വരാതെ 6 മണിക്ക് വന്ന് ഇരുണ്ടടിച്ച് കിടക്കുന്ന ഒരു റിസോർട്ടിൽ വന്ന് സ്റ്റേ ചെയ്തതാണ്. ഇപ്പോഴാണ് ചുറ്റുപാടും ഒന്ന് കണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ഉള്ള മിൽക്ക് പൗഡറും അതും ഇതെല്ലാം കൊണ്ടിട്ട് അമ്മ എല്ലാവർക്കും ഒരു കോഫി ആക്കി. പിന്നെ നമ്മൾ ചുറ്റിനും ഇങ്ങോട്ട് ഇറങ്ങി ഒന്ന് കാണാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഒരു തെളിഞ്ഞ ആകാശം ചെറുതായിട്ടെങ്കിലും ഉണ്ട്. അപ്പോൾ ഒരു ഹെറിറ്റേജ് സ്റ്റൈലാണ് കേട്ടോ, മൊത്തത്തിൽ ഒരു ഹെറിറ്റേജ് സ്റ്റൈലാണ്. ഒരു പണ്ടത്തെ ഒരു 4 സ്റ്റൈലില്ലേ, അങ്ങനെയുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് റൂംസും ആണ്. പിന്നെ ഭയങ്കര പ്രീമിയം ടച്ചിൽ സ്മെല്ലൊന്നുമില്ല, മണവും അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലേ, 2 റൂമിലും കൂടെ ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യാവുന്നൊരു സംവിധാനമായിരുന്നു. അപ്പോൾ 2 റൂമായിട്ട് തോന്നതേയില്ല നമുക്ക്. പിന്നെ വന്നിട്ട് നമ്മൾ രാവിലെ മോർണിംഗിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കോംപ്ലിമെൻ്ററി ഉണ്ടല്ലോ, അത് കഴിക്കാൻ വന്നേക്കാണ്. അപ്പം, പുട്ട്, പിന്നെ മുട്ടക്കറി, പിന്നെന്താ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസ്, കുറേ മെനു ഇല്ലായിരുന്നു, എന്നാലും അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ടായിരുന്നു. ബ്രെഡ് ഉണ്ടായിരുന്നു. പിന്നെ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴയും കൂടെ ആയതുകൊണ്ടാണ് എന്താണെന്ന് പറഞ്ഞാൽ, അല്ലാതെ പോയവർക്ക് അറിയായിരിക്കും, അവിടെ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഭയങ്കര ഈച്ച ശല്യമായിരുന്നു. അപ്പം ഞാൻ ഭൂരി കണ്ട്, ഇഡലി കണ്ട്, പുട്ട് കണ്ട്, അപ്പം കണ്ട്. പിന്നെ ബാക്കി നിങ്ങൾ നോക്കിക്കോ കേട്ടോ, അത്രയും കറികളുണ്ട്. പിന്നെ ഞാൻ എടുത്തത് പുട്ടും കടലയും ആദ്യമേ അമ്മൂമ്മയ്ക്ക് എടുത്തുകൊണ്ട് കൊടുത്ത്, അതിനുശേഷം ഓരോരുത്തരും വന്ന് അവരവർക്ക് ഇഷ്ടമുള്ള സാധനം എടുത്ത്. ആകെപ്പാടൊരു ഇതെന്ന് പറയുന്നത് ഈച്ചയുടെ ശല്യം ഭയങ്കര രീതിയായതുകൊണ്ടൊരു നമുക്കുള്ളൊരു ഇതുണ്ടല്ലോ, അത് മാത്രമല്ല. പിന്നെ കോഫിയും ടീയൊക്കെ ഉണ്ടായിരുന്നു, തണ്ണിമത്തൻ ജ്യൂസായിരുന്നു ഉള്ളത്. പിന്നെ ഓരോരുത്തരും അവിടെ ഇരിക്കുന്നിടം എല്ലാം നല്ലതാണ്. പക്ഷെ മഴ ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു അസൗകര്യം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുഡിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ലതായിരുന്നു. ഇപ്പം ഇങ്ങനെയുള്ള റിസോർട്ടിൽ പോകുമ്പോഴത്തേക്ക് ഉള്ളതിനെക്കാട്ടിയും നല്ല രുചിയിലുള്ള ഫുഡായിരുന്നു കേട്ടോ. ഈച്ച മാത്രമുള്ള ഒരു പ്രശ്നം, അത് വലിയൊരു പ്രശ്നമായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് വെളിയിലുള്ള ഇതൊക്കെ കാണണ്ടേ, ഫ്രണ്ടിൽ കുറേ സീനറിയും ബോട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഹെറിറ്റേജ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഹെറിറ്റേജ് ആണ്. അതിൻ്റെ കൂടെ കായലും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് കായൽ ആ സൈഡിലുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കടൽ, പിന്നെ ഇപ്പുറത്ത് നമ്മൾ ഈ കക്കയൊക്കെ വാരത്തില്ലേ, അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ ബോട്ടിങ്, ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബോട്ടിംഗ് ഉണ്ട്, പെഡൽ ബോട്ടിംഗ് ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ കുറേ സാധനങ്ങളുണ്ട്, അതായത് നമ്മളെ സൈക്ലിംഗ് ഉണ്ടല്ലോ, മേളിൽ കൂടെ സൈക്ലിംഗ് ചെയ്യുന്ന അതുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ പെഡൽ ബോട്ടിങ്, സൈക്ലിങ്, ഈ ആകാശത്തോടുള്ള സൈക്ലിംഗ് ഇല്ലേ അത്. പിന്നെ നമുക്ക് കയാക്കിംഗ് ഉണ്ട്. പിന്നെ വേറെ ഏതോ ഒരു ഡേഞ്ചറസ് ആയിട്ടൊരു സാധനം ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ വന്നിട്ട് നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ റോപ്പിൽ കൂടെ നടക്കുന്നതാണ് കഥ, അതുണ്ട്. നമ്മൾ ആദ്യമേ ഇതിനായിട്ട് കേട്ടോ പെഡൽ ബോട്ടിങ്ങിനാണ് പോയത്. ആദ്യമേ ഞാനും അവനും കൂടെ